ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഫീലാകാറുണ്ടോ? ചിലരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയേറെ കഴിവുകളുണ്ടായിരുന്നിട്ടും എന്തേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാതിരിക്കണമെന്ന്. ആ ഒരു ചോദ്യത്തിന് നമ്മളിൽ ഭൂരിഭാഗം പേരും പറയുന്ന ഒരു ആൻസറാവും ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഇല്ലായ്മ. ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസ് മൂലം നമുക്ക് നഷ്ടമായത് നല്ല ജോലികൾ, നല്ല അവസരങ്ങൾ, പ്രൊമോഷൻസ്, നല്ല ബന്ധങ്ങൾ, അങ്ങനെ നീളും. ഇത്രയും നഷ്ടങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസിൽ നിന്നും നമുക്ക് പുറത്ത് കിടക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അതിനാദ്യം നമ്മൾ കോൺഫിഡൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. കോൺഫിഡൻസ് എന്നാൽ നാം നമ്മുടെ മേലും നമ്മുടെ കഴിവുകളുടെ മേലും നമ്മൾ വയ്ക്കുന്ന വിശ്വാസമാണ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആത്മവിശ്വാസം. ഈ ഒരു ആത്മവിശ്വാസം നമുക്ക് നമ്മുടെ മേലില്ലാത്തതിൻ്റെ റീസൺ എന്തായിരിക്കും? ഫസ്റ്റ് റീസൺ, ഒരു കുട്ടി, വളർന്നു വരുന്ന ഒരു കുട്ടി 4 നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും ഒരു ദിവസം കേൾക്കുന്നത്. എന്നാൽ നെഗറ്റീവ് കമൻസ് 400 എണ്ണമായിരിക്കും കേൾക്കുക. 4 വട്ടം മാത്രമേ ഒരു കുട്ടി ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുള്ളൂ. എന്നാൽ നിനക്കിത് സാധിക്കില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ടിത് കഴിയില്ല എന്ന രീതിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ആ കുട്ടി കേൾക്കേണ്ടി വരിക. വളരുമ്പോൾ തന്നെ തന്നെക്കുറിച്ചുള്ള ക്രിറ്റിസിസം മാത്രം കേട്ടു വളരുന്ന ആ ഒരു കുട്ടി വലുതാവും തോറും എന്നെ വിമർശിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ആ കുട്ടിയുടെ ആഴ്മനസ്സിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വളരുന്നത്. ഇത് കാരണത്താൽ തന്നെ അവർക്ക് അവരുടെ മേലുള്ള വിശ്വാസവും അവരുടെ കഴിവിൻ്റെ മേലുള്ള വിശ്വാസവും അവർക്ക് തന്നെ സംശയിക്കേണ്ടതായി വരും. ഇതിനെ സെൽഫ് ഡൗട്ട് എന്ന് പറയും. പിന്നീട് അവർ വളർന്ന് വലുതാവും. അവരുടെ ജീവിതത്തിൽ നിന്നും അല്ലാതെയും കുറേ പാഠങ്ങൾ പഠിക്കും. പക്ഷേ ഇപ്പോഴും ഒരു കാര്യത്തിനു വേണ്ടി തീരുമാനമെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ലൈഫിൽ പുതുതായി എന്തെങ്കിലും ആരംഭിക്കാൻ തീരുമാനിച്ചാലോ അവരുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് അവർ ചെറിയ പ്രായം മുതലേ കേട്ടു വളർന്ന ആ ഒരു നെഗറ്റീവ് കമൻസ് ആയിരിക്കും. ഇത് ശരിയാവോ? എന്നെക്കൊണ്ട് സാധിക്കുമോ? ഇനി ഇത് ചെയ്താൽ തന്നെ ഇത് സക്സസ് ആവോ? ഇതിന് ഞാൻ കറക്റ്റ് പേഴ്സൺ ആണോ? എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മറ്റുള്ളവരെ ഇവരോട് പറയേണ്ടതില്ല. ഇവരുടെ മൈൻഡിൽ തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അവരെക്കുറിച്ചും അവരുടെ മേലുള്ള വിശ്വാസത്തെക്കുറിച്ചും ഒരു കോൺഫിഡൻസും ഉണ്ടാവില്ല. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, ഒരു നല്ല കമൻസ് പോലും പറയില്ല, അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ് ഇങ്ങനെയായിരുന്നു. ചില ടീച്ചേഴ്സ് പറയും, നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല. നിങ്ങളൊരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവാം ഇപ്പോൾ, ശരിയാണ്, അന്ന് അവരൊക്കെ എന്നെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഞാൻ നിൽക്കേണ്ടി വന്നതെന്ന്, അല്ലേ? ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അവരൊരു പക്ഷെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ നെഗറ്റീവ് കമൻസിനെ നിങ്ങളുടെ സ്റ്റോറിയാക്കി മാറ്റിയതാണ് തെറ്റ്. നിങ്ങൾക്ക് കിട്ടിയ ആ 4 കമൻസ്, ആ 4 നല്ല കമൻസിനെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു നെഗറ്റീവ് കമൻസിനെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. നിങ്ങളൊരു പക്ഷേ ആ ഒരു നെഗറ്റീവ് കമൻസിനെ വിശ്വസിച്ചതുകൊണ്ടാവാം ഇന്ന് നിങ്ങൾക്ക് ഇത് ഫേസ് ചെയ്യേണ്ടി വന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കുവാനുള്ള മാർഗങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിൻറ്റ് ഇൻസ്റ്റൻറ്റ് കോൺഫിഡൻസ് ട്രിക്കാണ്. അതായത് ഇനി തൊട്ട് വേണം എൻ്റെ കോൺഫിഡൻസിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം വേണം എനിക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് മറ്റുള്ളവരുമായി സംസാരിക്കാൻ. ഇങ്ങനെ കരുതുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, അതിനൊക്കെ കുറേ സമയം എന്തായാലും പിടിക്കും. നിങ്ങൾക്ക് നാളത്തേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനി മീറ്റിംഗ് ആണെന്ന് കരുതുക. അതിൽ നിങ്ങൾ വേണം ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഞാൻ കോൺഫിഡൻസ് ഇല്ലാതെ ആ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുക എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാവും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു ട്രിക്കാണിത്. നിങ്ങൾ പ്രസൻറ്റേഷൻ ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് ഒരു 2 മിനിറ്റ് മുന്നെയെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. നിന്നെക്കൊണ്ടത് ഭംഗിയായി ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റാരേക്കാളും നിന്നെക്കൊണ്ട് ഇതിന് കഴിയും എന്ന് നിങ്ങളെ തന്നെ, നിങ്ങളുടെ എനർജി ലെവൽ നിങ്ങൾ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ആ രീതിയിൽ
നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ മോട്ടിവേഷൻ നൽകുക. 2, എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ഐഡിയ സെൽഫ് ഉണ്ടാവണം. അതായത് നിങ്ങളൊരു കോൺഫിഡൻസ് പേഴ്സൺ ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക, അതായത് ആ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾ എങ്ങനെയാവും ഹാൻഡിൽ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫ്രീ ആയിരിക്കുമ്പോൾ ചിന്തിച്ച് നിങ്ങളുടെ മൈൻഡിലോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ആ പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ഒരു ഐഡിയ സെൽഫ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളുടെ ഐഡിയ സെൽഫിലുള്ള ആ ഒരു പേഴ്സൺ ഈസി ആയിട്ട് പ്രസൻറ്റേഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നതും അതിന് നിങ്ങൾ നന്നായിട്ട് റിപ്ലൈ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നന്നായി ബൂസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മുന്നിലൊക്കെ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിലൊക്കെ ആത്മവിശ്വാസത്തോടെ വന്ന് നിന്ന് സംസാരിക്കുന്ന കുറേ വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ബോഡി ലാംഗ്വേജ്. അവർ നിവർന്ന് നിന്ന് 2 ഷോൾഡറും സ്ട്രെയിറ്റ് ആക്കി വെച്ച് അവർ സംസാരിക്കുമ്പോൾ അവരുടെ കൈകൾ സംസാരത്തിനോടൊപ്പം തന്നെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ ഷോൾഡറൊന്നും കറക്റ്റ് ചെയ്യാതെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഫ്രീ ഫ്ലോ ആവത്തില്ല. അതേസമയം നിങ്ങൾ ഫ്രീ ആയി നിങ്ങളുടെ ബോഡിയെ ഒന്ന് റിലാക്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളതായി ഫീൽ ചെയ്യാൻ പറ്റും. സോ എത്രയൊക്കെ നമ്മൾ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്താലും ആ ഒരു പ്രസൻറ്റേഷൻ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ചെറിയൊരു പേടിയുണ്ടാകും. ഇത് ശരിയാവോ അല്ലെങ്കിൽ പോണോ എന്നിങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. ആ സമയത്ത് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി. അതായത് മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടെ റിവേഴ്സിലേക്ക് കൗണ്ട് ചെയ്യുക. പ്രസൻറ്റേഷൻ ഹാളിലേക്ക് പോകണം, ബട്ട് മനസ്സിൽ ചെറിയൊരു പേടി. സോ കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. 5, 4, 3, 2, 1. ദെൻ അടുത്ത സെക്കൻഡ് തന്നെ നിങ്ങൾ ഹാളിലേക്ക് പ്രവേശിക്കുക. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് എങ്ങനെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാം എന്നൊരു ചെറിയൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നമുക്ക് ഇനിയും ഒരു 3 പോയിൻറ്റ്സും കൂടെ ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ അതിട്ട് കഴിഞ്ഞാൽ കുറേ ലെങ്ത്ത് കൂടും. അത് കാരണം തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീഡിയോയിൽ അതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നുകൂടെ പറയാം, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമുക്ക് തന്നെ ചെറിയൊരു മോട്ടിവേഷൻ നൽകുക എന്നുള്ളതാണ്. രണ്ടാമത്, നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ തന്നെ ഒരു ഐഡിയ സെൽഫ് ഉണ്ടാവുക. മൂന്നാമത്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജസിൽ മാറ്റങ്ങൾ വരുത്തുക. അതായത് നമ്മുടെ ഷോൾഡറൊക്കെ കറക്റ്റാക്കി വെച്ച് മുഖത്ത് ജസ്റ്റ് ഒരു സ്മൈലോട് കൂടിയിട്ട് എന്തും സംസാരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ 3 കാര്യങ്ങളാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.